إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടും കേട്ടും പഠിച്ചും അനുഭവിച്ചും പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് സത്യവിശ്വാസികൾ. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, സാധാരണഗതിയിൽ നടക്കുന്ന സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം പോലുള്ള കാര്യങ്ങളും അതല്ലാത്ത മറ്റ് പ്രതിഭാസങ്ങളുമൊക്കെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയും അതേപോലെ ഭൂമിയിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ആയത്ത് നാം മനസ്സിലാക്കുകയുണ്ടായി. നിങ്ങൾ ഭൂമിയിലും നിങ്ങളിൽ തന്നെയും വഫി അംഫുസിക്കും. അവിടെ ആദ്യം പറഞ്ഞത് അല്ലാഹു ഭൂമിയാണ്. മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഈ ദൃഷ്ടാന്തങ്ങളെ തന്റെ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി പാഠം ഉൾക്കൊണ്ട് ശരിയായ വിശ്വാസിയായി ജീവിക്കുക എന്നതാണ് ഇതിൽ നിന്ന് വിശ്വാസിക്ക് ലഭിക്കേണ്ട പാഠം. അക്കൂട്ടത്തിൽ വളരെ ഭയാനകമായ ചില സംഭവവികാസങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ അയൽ ജില്ലയായ വയനാട്ടിലും കോഴിക്കോട് ജില്ലയിൽ തന്നെയും പല സ്ഥലങ്ങളിലായി ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവം. അതിന് ഭൗതികമായ കാരണങ്ങളുണ്ടാകാം, അതല്ലാത്ത കാരണങ്ങളുണ്ടാകാം. അത് പിന്നീട് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ. ഉരുൾപൊട്ടൽ എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇൻഹിയാർ അല്ലെങ്കിൽ ഇൻസിലാഖ്, അൽ ഇൻഹിയാറാത്തു അല്ലെങ്കിൽ അൽ ഇൻസിലാഖാത്തു അൽ അർളിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭൂമി ഊർന്നിറങ്ങിപ്പോവുക, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. അതാണ് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ഇതേ പദം ഉപയോഗിച്ചതായി കാണാം. സൂറത്തുൽ ബഖറ 264 ആയത്തിൽ ദാനധർമ്മം ചെയ്യുന്നത് നിങ്ങൾ അതിനെ പാഴാക്കി കളയരുത്, ആരോടാ? സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ, നിങ്ങൾ ചെയ്യുന്ന സദഖകൾ, സക്കാത്തായാലും ധർമ്മമായാലും ശരി, അതിനെ നിങ്ങൾ ബാത്തിലാക്കരുത്. എങ്ങനെ? ബിൽ മന്നി വൽ അദാ, ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും ചെയ്ത സദഖകളുടെ പേരിൽ ആളുകളെ ദ്രോഹിച്ചുകൊണ്ടും, ഞാൻ അങ്ങനെ തന്നില്ല, ഇങ്ങനെ തന്നില്ല, എന്താ അങ്ങനെ ചെയ്യാത്തത്, എന്താ ഇങ്ങനെ ചെയ്തത്, അതിന്റെ പേരിൽ സദഖ വാങ്ങിയ ആളുകളെ ദ്രോഹിക്കുക. അങ്ങനെ നിങ്ങൾ പാഴാക്കി കളയരുത്. അപ്പൊ ഈ രണ്ട് പണി ചെയ്താൽ സദഖ ബാത്തിലാവും. എന്നിട്ട് അള്ളാഹു പറയാൻ, ആരെപ്പോലെ സദഖ ബാത്തിലായി പോകുന്ന എല്ലാ അമലുകളും ബാത്തിലായി പോകും, സദഖയും ബാത്തിലായി പോകുന്ന ആളുകളെ കുറിച്ച് കല്ലദീ യുൻഫിഖു മാലഹു റിആഅൻ നാസ്, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളാണെങ്കിൽ പോലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവനെ പോലെ. ഓൻ അള്ളാഹ്ക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിന് വേണ്ടിയാണ് ധർമ്മം കൊടുക്കുന്നത്. പക്ഷെ അത് ആളുകൾ കാണണം എന്ന ഒരു റിയാ, കാണിക്കുക, കേൾപ്പിക്കുക, അറിയിക്കുക എന്ന ഒരു മനസ്ഥിതി അവന് വന്നാൽ ആ അമല് ബാത്തിലാണ്. അത് ഏത് അമലും അങ്ങനെ തന്നെ. റിയാ ഉണ്ടാകാൻ പാടില്ല, ആളുകളെ കാണിക്കുക എന്നതുണ്ടാകരുത്. അവനെ പോലെ നീ ആകരുത്. അപ്പൊ റിയാ പോലെ നീ കൊടുത്ത ധർമ്മവും എടുത്തു പറയലും ദ്രോഹിക്കലും ഉണ്ടായാൽ ബാത്തിലായി പോകും. നാലാമതായി അല്ലെങ്കിൽ രണ്ടാമതായി പറയുന്നത് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്തവനെ പോലെയും ആകരുത്. കാഫിറിന്റെ അമലിന് ഒരു ഈച്ചത്തൂക്കവും ഈച്ചയുടെ ചിറകിന്റെ തൂക്കവും ഫലം കിട്ടുകയില്ല. അതേപോലെ ശിർക്ക് ചെയ്യുന്നവൻ, അവൻ കെലിമ ചൊല്ലിയവനാണെങ്കിലും അവന്റെ അമലിന് ഒരു ഈച്ചയുടെ ചിറകിന്റെ കനം പോലും നാളെ അള്ളാഹുവിന്റെ തുലാസിലുണ്ടാവുകയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വലിയ ശിർക്കും മറ്റൊന്ന് ചെറിയ ശിർക്കുമാണ്. ഇത് രണ്ടു വന്നാലും, ചെറിയ ശിർക്ക് വന്നാൽ ആ അമല് ബാത്തിലായി പോകും, വലിയ ശിർക്ക് വന്നാൽ ഏത് അമലും ബാത്തിലായി പോകും. ഇങ്ങനെ നീ ആകരുത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരു ഉദാഹരണം പറയാൻ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെ സംസാരിക്കുന്നല്ലോ. ഫമസലുഹു, ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുകയും എന്നിട്ട് ആ കർമ്മങ്ങൾ അവന്റെ പ്രവർത്തനം അല്ലെങ്കിൽ വിശ്വാസദോഷം കൊണ്ട് തന്നെ പാഴായി പോവുകയും ചെയ്യുന്നവന്റെ ഉദാഹരണം ഏതുപോലെയാണ്? കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസ്വാബഹു വാബിൽ. സഫ്വാൻ എന്നാൽ നല്ല മിനുമിനുത്ത പാറ, ഉറച്ച ഉരുണ്ട, നമ്മൾ പറയുന്ന ഉരുളങ്കല്ല്. ഇപ്പോ വയനാട്ടിലെ ചൂരൽമലയിലും
പുഞ്ചിരിവട്ടം അതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഒലിച്ചു വന്ന കൂറ്റൻ, ഒരാളേക്കാൾ ഉയരവും 2-3 ആളുകളുടെ നീളവുമുള്ള ഒരു ലോറിയിൽ പോലും കയറ്റാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങൾ ഒലിച്ചു വന്നു. ഇതുപോലെ ഉരുണ്ട പാറകളാണ് സഫ്വാൻ. അങ്ങനെയുള്ള ഉറച്ച പാറകൾക്ക് മുകളിൽ കുറച്ച് മണ്ണുണ്ട്. അങ്ങനെയുള്ള അടിപ്പാറ, മേലെ മണ്ണ്. ഫഅസാബഹു വാബിലുൻ, ഇങ്ങനെയുള്ള പാറപ്പുറത്തുള്ള മണ്ണിൽ പേമാരി പെയ്തു. ഫതറക്കഹു സ്വൽദ, ആ പേമാരി പാറപ്പുറത്ത് അല്ലെങ്കിൽ ഉറച്ച പ്രതലത്തിന്റെ മേലെയുള്ള മണ്ണുകളെ ഒന്നായി കൊണ്ടുപോയി. പിന്നെ ബാക്കിയായതെന്താ? മണ്ണൊക്കെ പോയി, മണ്ണുമായി വെള്ളം പോയി, വെള്ളപ്പാച്ചിൽ പോയി. പിന്നെ അടിയിൽ ബാക്കിയായത് ഉറച്ച കല്ലാണ്, ഇളകാത്ത കല്ലുകളും പാറകളും. ഇളകാവുന്നതൊക്കെ പോയി. നമുക്ക് ആ ദൃശ്യം കണ്ടാൽ മനസ്സിലാവും. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, ആ പാറപ്പുറത്തുണ്ടായിരുന്ന മണ്ണിന്റെ മേൽ കൃഷി നടത്തിയ ഇനി എന്ത് സമ്പാദ്യമുണ്ടോ അവർ എന്ത് സമ്പാദിച്ചുവോ അതിൽ നിന്ന് ഒന്നും നേടാൻ അവർക്ക് കഴിയുകയില്ല. വീട്ടിൽ സൂക്ഷിച്ച പണം, പൊന്ന്, രേഖകൾ, ആധാരങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ ഉടുത്ത തുണിയല്ലാത്ത ചിലത് തുണിയടക്കം, അങ്ങനെ എല്ലാറ്റിനെയും കൊണ്ടുപോയി. വീട് കൊണ്ടുപോയി, പറമ്പ് കൊണ്ടുപോയി, റബ്ബർ തോട്ടം കൊണ്ടുപോയി, കുരുമുളക്, കാപ്പിത്തോട്ടങ്ങൾ കൊണ്ടുപോയി, ഏലത്തോട്ടം കൊണ്ടുപോയി, മരക്കൂട്ടങ്ങൾ കൊണ്ടുപോയി, ഇളകുന്ന മണ്ണിനെ മുഴുവൻ വെള്ളം കൊണ്ടുപോയി. അങ്ങനെ ഒരുത്തനെ പോലെ നീ ആകരുത് എന്നാണ്. എന്താ അതിന്റെ ഉദാഹരണം? മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു പാറപ്പുറത്ത് ഉള്ള മണ്ണിൽ കൃഷി ചെയ്താൽ, മഴ ധാരാളമായി പെയ്താൽ മണ്ണും ഇളകുന്ന സാധനവുമായി വെള്ളം പോകും. അങ്ങനെ നീ ആകരുത്. അവനെ പോലെ നീ ധർമ്മം ചെയ്തിട്ട് ബാത്തിലാക്കി കളയരുത്, അമൽ ചെയ്ത് ബാത്തിലാക്കരുത്, ശിർക്ക് ചെയ്ത് ബാത്തിലാക്കരുത്. ഇത് രണ്ടും ഒരുപോലെയാണ്. ഈ കൃഷിയോ സമ്പാദ്യമോ ആ കൃഷി ചെയ്ത് സമ്പാദിച്ച ആളുകൾക്ക് ഉപകാരപ്പെടുന്നില്ല. അതുപോലെയാണ് ചെറിയ ശിർക്കോ വലിയ ശിർക്കോ ഉണ്ടാവുകയോ ഇവിടെ പറഞ്ഞ മണ്ണ്, അതാ എന്നീ 2 ഉപദ്രവങ്ങളോ സദഖയുടെ പിന്നാലെ നടത്തുകയോ ചെയ്താൽ ഈ സമ്പാദ്യങ്ങൾ ഉപകാരപ്പെടാത്തതുപോലെ നീ ചെയ്ത അമലെന്ന സമ്പാദ്യം നിനക്ക് ഉപകാരപ്പെടുകയില്ല. ഇവിടെ വല്ലാഹു ലാ യഹ്ദിൽ കാഫിരീൻ, കാഫിരീങ്ങളെ അള്ളാഹു നേർവഴിയിൽ ആക്കുകയില്ല. നേർവഴി കാണിക്കൂല എന്നല്ല, കാണിച്ചെടുക്കും, ആക്കൂല, ഇങ്ങോട്ട് ചേർക്കൂല. ചേരൽ ഓന്റെ പണിയാണ്. സൂറത്തുൽ ബഖറ 264. ഇവിടെ എന്താണ് ഇപ്പം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ളത്? പാറമേലോ പാറക്കിടയിലോ ഒക്കെ മണ്ണ് നല്ല മഴ പെയ്താൽ അതൊന്നായി ഇളകി ഒലിച്ചു പോകും. ഇതൊരു വെള്ളപ്പൊക്കത്തിന്റെ ഉരുൾപൊട്ടലിന്റെ രൂപമാണല്ലോ. ഇതേ സംഭവമാണ് ആ പ്രദേശത്തുണ്ടായത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആയിരക്കണക്കിന് മരങ്ങളും 100കണക്കിന് വീടുകളും 100കണക്കിന് മനുഷ്യന്മാരെയും കന്നുകാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും അല്ലാത്ത പ്രാണികളെയും ചപ്പുകളെയും ചവറുകളെയും മണലും മണ്ണും ചളിയും വലിയ പാറക്കൂട്ടങ്ങളെയും എല്ലാറ്റിനെയുമായി അത് പോയി കഴിഞ്ഞ വഴിയിൽ ബാക്കി എന്താണുള്ളത്? തറക്കഹു സ്വൽദ, അവശേഷിക്കുന്നത് ഉറച്ച പാറയും മണ്ണും മാത്രമാണ്. മണ്ണല്ല, കല്ല്. അടിയിൽ കല്ലുള്ള പാറയുള്ള സ്ഥലങ്ങൾ മാത്രം ബാക്കിയായി. പുരയുടെ തറയടക്കം മാന്തിക്കൊണ്ടുപോയി. പോയടത്ത് ഇളകാത്ത ഒന്നും കാണാനില്ല. ഇളകാൻ പറ്റുന്നതൊക്കെ പോയി. ഇതാണ് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ. ഈ ഉരുൾപൊട്ടലിൽ സമ്പാദ്യം മുഴുവൻ നശിക്കുന്നത് പോലെ നിന്റെ അമലുകളെ നീ ബാത്തിലാക്കരുത്. അപ്പൊ നമ്മൾ അതിന്റെ ശാസ്ത്രവും വശത്തും പഠിച്ച് അതൊക്കെ വേറെ പഠിച്ചോളി, കുത്തുബയിലെ വരേണ്ട കാര്യമല്ല. ഇവിടെ അള്ളാഹു ഇത്തരം ഒരു സംഭവത്തെ മനുഷ്യന്റെ അമല് ബാത്തിലായി പോകുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ അമലിനെ ഈ ഉരുൾപൊട്ടൽ നശിച്ചതുപോലെ അമലിനെ ബാത്തിലാക്കുന്ന ഏർപ്പാട് നമുക്കുണ്ടാകരുത്. ഇനി സൂറത്ത് തൗബ 109 വചനം. അവിടെ 2 കെട്ടിടവും ആ കെട്ടിടം ഏത് തറയിൽ നിർമ്മിച്ചു എന്നതും അള്ളാഹു ഉദാഹരിക്കുന്നു. ഉദാഹരിക്കാനുള്ള കാരണം 2 പള്ളികളാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ ഉണ്ടാക്കിയ, മദീനയിൽ എത്തുന്നതിന് മുമ്പ് ആ ഖുബായിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദൂരത്ത് മദീനയിൽ നിന്ന് വിട്ട് ആദ്യം എത്തി നബി അവിടെ ഖുബായിലെത്തി. അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിക്ക് പകരമായി കപടവിശ്വാസികൾ വേറെ ഒരു പള്ളി അപ്പുറത്തുണ്ടാക്കി. ഇത് 2 കെട്ടിടങ്ങൾ. രണ്ടും അന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് കെട്ടിടമുണ്ടാക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് കെട്ടിടമുണ്ടാക്കിയത്. പക്ഷേ തറയും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അള്ളാഹു ഈ 2 കെട്ടിടങ്ങളെയും തുലനം ചെയ്യുകയാണ്. ഒന്ന് തറ ഉറപ്പില്ലാത്തതാണ്, രണ്ടാമത്തത് ഉറപ്പുള്ള തറയിൽ കെട്ടിയുണ്ടാക്കിയ കെട്ടിടമാണ്. ഏതാണ് ആ തറ? കോൺക്രീറ്റ് ആണോ, കല്ലാണോ, വെട്ടുകല്ലാണോ, മെഷീൻ കല്ലാണോ, പാറക്കല്ലാണോ, ഉരുളൻകല്ലാണോ? അതൊന്നും പറഞ്ഞിട്ടില്ല. അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന തഖ്വയും അള്ളാഹുവിന്റെ തൃപ്തി എന്നതും ഇതിന്റെ മേൽ കെട്ടിടം പണിതവനാണോ? അപ്പൊ തറ എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ കൊണ്ടാണ് തറ കെട്ടിയത്.
ചെയ്ത അമലിന് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം. അതാണ് പരലോകത്ത് സ്വർഗത്തിൽ കള്ളും പെണ്ണും പാലും തേനും ഒക്കെ കിട്ടുന്നതിനേക്കാൾ മെച്ചം, അതിനേക്കാൾ വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ഈ രണ്ട് സംഗതികൾ കൂട്ടിക്കുഴച്ച് തറകെട്ടി ആ തറക്കുമീതെ ഒരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നു, കെട്ടിടമുണ്ടാക്കിയിരിക്കുന്നു. അതാണോ ഖൈറുൻ, നല്ലത്? അം അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫിൻ ഹാരിൻ. അനി അതല്ല, അപ്പുറത്ത് വേറൊരു പള്ളി എന്ന പേരിൽ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത് മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളിയാണ്. ഈ പറഞ്ഞ രണ്ട് വസ്തുക്കളിൽ നിർമ്മിച്ച പള്ളി ആരതാ? നബി ഉണ്ടാക്കിയ ഖുബായിലെ മുസ്ലിങ്ങളുടെ പള്ളി. തൊട്ടപ്പുറത്ത് പകരം മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കെട്ടിടത്തിന്റെ തറക്കല്ലെന്താ? തറയെന്താണ്? അസ്സസ ബുനിയാനഹു. ആ കെട്ടിടത്തിന് തറയിട്ടത് അലാ ശഫ. ഷഫ എന്ന് പറഞ്ഞാൽ ഇതാണ് വക്ക്. അലാ ഷഫ, ഒരു വക്കിന്മേൽ. ഇത് ഉറപ്പുള്ള സാധനമാണ്. ഉറപ്പുള്ള ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഒരു ഉറച്ചു നിൽക്കുന്ന ഒരു പാറയുടെ വക്കിൽ കൊണ്ടുപോയി കെട്ടിടമുണ്ടാക്കിയാലും അത് ഉറപ്പിച്ച് താഴോട്ടൊക്കെ കുഴിച്ച് ഉറപ്പിച്ച് പില്ലർ കൊടുത്തുണ്ടാക്കിയാൽ അവിടെ നിൽക്കും. എന്നാൽ വക്ക്, ആ നിൽക്കുന്ന വക്ക് തന്നെ ഉറപ്പില്ലാത്തതാണ്. അലാ ശഫാ ജുറുഫിൻ. ജുറുഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴയിൽ വെള്ളം ഒലിച്ചു പോകുന്നു, അല്ലെ തോട്ടിൽ വെള്ളം ഒലിച്ചു പോകുന്നു. വെള്ളം ഒരു ശക്തിയായി ഒലിച്ചു പോകുമ്പോൾ രണ്ട് കരയും അത് തിന്നു. എന്നാൽ കരക്കുള്ള മണ്ണൊക്കെ അത് വലിച്ചുകൊണ്ടു. അങ്ങനെ വലിച്ചുകൊണ്ട് പോയാൽ പിന്നെ സൈഡിൽ ബാക്കിയാവുന്ന മണ്ണുണ്ട്. ആ മണ്ണിന് ഉറപ്പുണ്ടാവില്ല. കാരണം എന്താ? അടിയുള്ളത് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ജുറുഫ്, മൺതിട്ട എന്ന് വേണമെങ്കിൽ പറയാം. ആ പുഴയിലെ അല്ലെങ്കിൽ മലവെള്ളം വലിച്ചു കൊണ്ടുപോയി അടർന്നു വീഴാറായി നിൽക്കുന്ന മൺതിട്ടയുടെ വക്കിൽ കൊണ്ടുപോയാണ് കെട്ടിടമുണ്ടാക്കിയത്. ഹാരിൻ. ഹാരി തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഹിയാർ, പൊളിഞ്ഞു വീഴാറായ അങ്ങനെ ഒരു കെട്ടിടമുണ്ടാക്കി. അപ്പോ കെട്ടിടം നല്ലതാണ്, പക്ഷെ കൊണ്ടുണ്ടാക്കിയത് അവിടെ വക്കത്താണ്. എന്തിന്റെ വക്കല്? ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ വെള്ളം കരന്നു തിന്നു കൊണ്ടുപോയ മണൽത്തിട്ടയുടെ വക്കത്ത്. അങ്ങനെ കെട്ടിടം ഉണ്ടാക്കിയപ്പോ എന്ത് ചെയ്തു? ഫൻഹാറ ബിഹി. ഇതിന്റെ മേലെയുണ്ടാക്കിയ കെട്ടിടവുമായി ഈ വക്കൊന്നായി ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, ഉരുൾപൊട്ടി. അത് എന്നിട്ട് അങ്ങോട്ടാ പോയത്? ഫീനാരി ജഹന്നം, നരകത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ അവിടെ എന്തിനെ കുറിച്ചാ? കപടവിശ്വാസികൾ പള്ളിയാണ്. ഈ പള്ളി കൊണ്ട് അവർ പോയത് നരകത്തിലേക്കാണ്. അപ്പൊ അത് കൂടുതൽ വിശദീകരണം ഞാൻ ഇവിടെ പറയുന്നില്ല. അത് സംഗതി മനസ്സിലായിട്ടുണ്ടാവും. അള്ളാഹുവിനോടുള്ള തഖ്വയും തൃപ്തിയും അടിസ്ഥാനമാക്കി കെട്ടിടം പണിതാൽ അത് ഒരിക്കലും പൊളിയാത്ത തറയാണ്. കാരണം എന്താ? തഖ്വ, റിദ്വാൻ, ഒന്നിനും ഒരു പ്രതികൂല സാഹചര്യത്തിലും അതിനെ കുത്തി ഇളക്കാൻ സാധിക്കുകയില്ല. ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുബായിലെ പള്ളി ഉണ്ടാക്കിയത്. എന്നാൽ അപ്പുറത്തെ പള്ളി വേറെ ലക്ഷ്യമാണ്. അന്നേരം മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. അതിനെ അള്ളാഹു ഉദാഹരിച്ചത് ഈ പറഞ്ഞ പുഴവക്കത്ത് മൺതിട്ടയിൽ ഒരു വക്കത്ത് കൊണ്ട്, ഇപ്പുറത്തൊന്നുമല്ല, ആ വക്കത്ത് കൊണ്ടുപോയി കെട്ടിടമുണ്ടാക്കി. അപ്പൊ എന്ത് ചെയ്തു? അത് ഒന്നായിട്ട് അങ്ങോട്ട് ഇടിഞ്ഞു ചാണു. ഈ മൺതിട്ടയും ആ വക്കും അതിന്റെ മുകളിൽ ഉണ്ടാക്കിയ കെട്ടിടവും അടക്കം ഇൻഹാറ, ഇടിഞ്ഞു പൊളിഞ്ഞ് ഉരുൾപൊട്ടി വീണു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇത് രണ്ട് കാര്യം വിശ്വാസപരമായി നേരത്തെ പറഞ്ഞതുപോലെ, വിശ്വാസത്തിന് ബലമുണ്ട്, കാപട്യത്തിനും ശിർക്കിനും കുഫറിനും ബലമില്ല. അത് എപ്പോഴും പൊളിഞ്ഞു വീഴുന്നതാണ്. രണ്ടാമത്തത്, ഈ ഉദാഹരണത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഭൗതികമായ കാര്യം ആദ്യത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ലോല മേഖലയിൽ വീടുണ്ടാക്കിയാൽ മഴ വന്നാൽ പൊളിയും എന്നതുപോലെ തറ ഉറപ്പില്ലെങ്കിൽ, തറ കെട്ടുന്ന സ്ഥലം ഭദ്രമല്ലെങ്കിൽ, എപ്പോഴും ഇളകിപ്പോകാവുന്ന മൺതിട്ടക്ക് മുകളിലാണ് വീടുണ്ടാക്കുന്നതെങ്കിൽ ഇൻഹാറബിഹി, ഉരുൾപൊട്ടി ആ കെട്ടിടവുമായി മണ്ണുമായി മലവെള്ളം പോകും. ഇതൊരു ഭൗതികമായ കാര്യമാണ്. ആ ഭൗതിക കാര്യത്തെയാണ് അള്ളാഹു വിശ്വാസപരമായ കാര്യത്തിനോട് ഉദാഹരിച്ചത്. അപ്പൊ ഈ രണ്ട് ആയത്തുകളിൽ നിന്നും ഉരുൾപൊട്ടൽ എന്ന പ്രതിഭാസം ഭൂമിയിൽ ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ ഭൂമിയിലെ വിവിധ ഘടനകളാണ്, സാഹചര്യങ്ങളാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ വീടുണ്ടാക്കരുത് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാലോ. കാരണം എന്താ? അത് ഉണ്ടാകാവുന്ന, മനുഷ്യന് തിരിയുന്ന, പ്രകൃതിയിലുള്ള, ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തെയാണ് അള്ളാഹു ഉദാഹരിച്ചത്. അപ്പൊ അങ്ങനെ ചെയ്താൽ നിങ്ങൾ അമൽവാത്തിലായി പോകും. അങ്ങനെ പ്രവർത്തിച്ചാൽ, വീടുണ്ടാക്കിയാൽ, കെട്ടിടമുണ്ടാക്കിയാൽ ഈ വെള്ളപ്പാച്ചിൽ നിങ്ങളെ വീടും പോകും, സ്ഥലവും പോകും, എല്ലാം പോകും. അപ്പൊ അതിനർത്ഥം എന്താ? അങ്ങനത്തെ പ്രദേശങ്ങളിൽ വീടുണ്ടാക്കരുത്. ഇത് പണ്ടേ ഖുർആൻ പറഞ്ഞതാണ്. നമുക്കിതിൽ പാഠമുണ്ടോ ഇല്ലേ എന്നതാണ്. ഗാർഗിൽ റിപ്പോർട്ടാകട്ടെ, ഏത് റിപ്പോർട്ടാകട്ടെ, അള്ളാഹു നേരത്തെ പറഞ്ഞു ഇത്തരം സ്ഥലത്ത് വീടുണ്ടാക്കിയാൽ വെള്ളം ഉണ്ടായാൽ ഒലിച്ചു പോകും, ഉരുൾപൊട്ടലുണ്ടാകും. അതന്നെയല്ലേ ഈ പഠന റിപ്പോർട്ടുകളിൽ ലോല മേഖലയിൽ, ലോല പ്രദേശങ്ങളിൽ എന്ത് ചെയ്യരുത്? കെട്ടിടം പണിയരുത്. കെട്ടിടം പണിയാണെങ്കിൽ തന്നെ അതിന് ഇത്ര ഉയരം, ഭാരമെന്ന് കണക്കുണ്ട്. ഒരുപാട് തട്ടുകളുള്ള, മേലെ കെട്ടിടങ്ങളുള്ള, ഉയർന്ന നിലകളുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇന്ന രൂപത്തിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇതൊക്കെ പഠിച്ച് മനുഷ്യൻ മനസ്സിലാക്കി അതിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അതനുസരിച്ചുള്ള നിയമം ഇവിടെയുണ്ട്.
ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലെ കടന്നുപോകുന്ന 1500-ലധികം കിലോമീറ്ററുകളിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലെ കടന്നുപോകുന്ന പശ്ചിമഘട്ടത്തിന്റെ പ്രദേശങ്ങൾ പലതും ലോലമേഖലയാണ്. അവിടെ കെട്ടുണ്ടാക്കാൻ പറ്റൂല. ഇത് മനുഷ്യൻ പറഞ്ഞതാ. മനുഷ്യൻ പറഞ്ഞതിന് മുമ്പ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അത്തരം സ്ഥലത്ത് ഉണ്ടാക്കരുത്. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതിന് ചുരുക്കം ഭൗതികമായ വശവും നമ്മൾ മനസ്സിലാക്കുക. അതിലേറെ വിശ്വാസപരമായി ഉണ്ടാകുന്ന ബലവും അവിശ്വാസത്തിന്റെയും ശിർക്കിന്റെയും റിയാഇന്റെയും ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്ത് ആളുകളെ ദ്രോഹിക്കുന്നതിന്റെയും പരലോകത്തുണ്ടാകുന്ന നഷ്ടങ്ങളും ഇവിടെ നമ്മൾ പാഠമായി സ്വീകരിക്കേണ്ടതാണ്. ഇനി വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഭൂമിയെ സംബന്ധിച്ച് 7 ഭൂമികളുണ്ട് എന്ന സൂചനയുണ്ട്. ഹദീസുകളിൽ 7 ഭൂമി തന്നെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. 7 ആകാശങ്ങൾ, 7 ഭൂമികൾ. ഖുർആനിൽ 7 ഭൂമിയെക്കുറിച്ച് നേർക്കുനേരെ എണ്ണിയിട്ടില്ല. പക്ഷേ ഖുർആനിൽ അതിന്റെ സൂചനയുണ്ട്. സൂറത്തു തലാഖ് അതിന്റെ അവസാനത്തായത്ത് 12-ാമത്തെ ആയത്ത്. അവിടെ അള്ളാഹു എന്താ പറയുന്നത്? അള്ളാഹു ആകുന്നു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിയിൽ നിന്ന് അതുപോലുള്ളവയെയും. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം. അതുപോലുള്ളത്, ആകാശം പോലെയുള്ളതിനെ ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആകാശം പോലെ ഇങ്ങനെ പുകയായി വാതകമായി പരന്നു കിടക്കുന്ന കറുപ്പും വെളുപ്പും നീലയും നിറത്തിലുള്ള ആണോ ഭൂമി? അല്ല. ആകാശത്തിന്റെ ഘടനയാണോ ഭൂമിക്കുള്ളത്? അല്ല. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്, ഗോളങ്ങളുണ്ട് കോടിക്കണക്കിന്. ഭൂമിയിൽ ഒരൊറ്റ നക്ഷത്രവും ഗ്രഹവും ഉപഗ്രഹവും ഒന്നുമില്ല. അപ്പോ പറഞ്ഞാൽ അതേ പ്രകൃതമാണ്, പ്രകൃതിയാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് എന്നല്ല. നിറത്തിന്റെയോ ഘടനയുടെ കാര്യത്തിലൊന്നുമല്ല. പിന്നെ എന്താണ് ആ മിസ്ലുഹുന്ന എന്ന് പറഞ്ഞാൽ? അത് ആകാശത്തെ പറഞ്ഞപ്പോ 7 എണ്ണം പറഞ്ഞു. ആ 7 എണ്ണം പോലെ ഭൂമിയും 7 എണ്ണമുണ്ട്. അല്ലാതെ കോലത്തിലും സ്വഭാവത്തിലും ആകാശവും ഭൂമിയും ഒരുപോലെയാണ് എന്നല്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എമ്പാടും ഹദീസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ 7 സ്ഥലത്ത് ഭൂമിയെക്കുറിച്ച്. ഭൂമി ഊഴ്ന്നിറങ്ങിപ്പോവുക, ഭൂമി ആളുകളെയുമായി വിഴുങ്ങുക, ഭൂമിയിൽ മനുഷ്യനും സമ്പാദ്യവുമൊക്കെ മുക്കിക്കളയുക, മൂടിക്കളയുക, മറച്ചു കളയുക. ഇത് ഈ അർത്ഥം കിട്ടുന്ന ഹസഫ, ഹസ്ഫ്, അതിന്റെ വിവിധ രൂപങ്ങൾ 7 സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും എങ്ങനെ സംഭവിച്ചു? യാദൃച്ഛികമായി സംഭവിച്ചതാണോ? അള്ളാന്റെ കലാമാണ്. 7 ഭൂമിയെക്കുറിച്ച് അള്ളാഹു പറയുന്നു. 7 സ്ഥലങ്ങളിൽ ഭൂമി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പദങ്ങളെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്കൊരു പെട്ടെന്നൊരു പരിശോധന നടത്തിയാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഹസഫ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഹസഫ എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളുമായി പോവുക എന്നാണ്. ഇനി ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്ഥലത്തെയുമായി വെള്ളം അല്ലെങ്കിൽ മറ്റെന്തോ ആ സ്ഥലവും കൊണ്ടങ്ങ് പോയി എന്നാണ്. പിന്നെ ഹസഫ ഹു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യനെ ഭൂമിയുടെ മണ്ണിൽ മറച്ചു കളഞ്ഞു എന്നാണ്. ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടതാണ്. ഇതേ പദത്തിൽ നിന്നുണ്ടായ അഹാസീഫ് എന്നൊരു വാക്കുണ്ട് അറബിയിൽ ഉപയോഗിക്കുന്നത്. ഈ അഹാസീഫ് എന്ന് പറഞ്ഞാൽ അൽ അറാലി അൽ ലയ്യിന എന്നാണ്. ഇതാണ് മറ്റേ റിപ്പോർട്ട് പറഞ്ഞ ലോലമേഖല. അപ്പൊ ഈ വാക്കിൽ നിന്നാണ് ലോലമേഖല എന്ന ഭൂമിയെക്കുറിച്ച് പറയാൻ അഹാസീഫ് എന്ന വാക്കാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വാക്ക് മാറ, മൗർ എന്നാണ്. മൗർ എന്ന് പറഞ്ഞാൽ സഞ്ചാരം, ഒഴുക്ക്, പിന്നെ തരംഗങ്ങളുടെ സഞ്ചാരം. കടലിലെ തിരമാലകളുടെ അലയൊളികളെപ്പോലെ ഭൂമിയിലുണ്ടാകുന്ന അലയൊലികൾ. സയലാൻ, മലവെള്ളപ്പാച്ചിൽ. ഇൽത്തിറാബ്, ചലിക്കുക. ഇതൊക്കെയാണ് മൗർ എന്ന വാക്കിനർത്ഥം. ഈ അർത്ഥങ്ങളെല്ലാം ഉരുൾപൊട്ടലിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്ര 68-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങളെയുമായി ഭൂമിയുടെ കര എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഭൂമി, നിങ്ങൾ താമസിക്കാവുന്ന പ്രദേശം, അതിന്റെ ഒരു വക്കുമായി. ഖുർആന്റെ പ്രയോഗം നോക്കണം. നിങ്ങൾ താമസിക്കുന്നതിന്റെ ഒരു വക്കും നിങ്ങളെയുമായി അള്ളാഹു നിങ്ങളെ മുക്കിക്കളയും എന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാവുകയാണോ? എന്താ ഉണ്ടായത്? ഒരു തോട്, എന്താണ് വെള്ളരിമല, വെള്ളരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ പ്രഭവം എന്ന് പറയുന്നു. ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് വെള്ളം മണ്ണും കൂടി പൊട്ടിയൊലിക്കുന്നു. ചെറിയൊരു തോടായിരുന്നു. ആ തോടിന് 2 വശമുണ്ടായിരുന്നു. ഈ ഇരുവശത്തുമുള്ള ആളുകളെയുമായി വെള്ളം അങ്ങ് ഒലിച്ചുപോയി. അതാണ് ബിക്കും ജാനിബൽ ബർരി. അതിന് നിങ്ങൾ നിർഭയരാവുകയാണോ? അങ്ങനൊന്നും സംഭവിക്കൂല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉറങ്ങണ്ട എന്നർത്ഥം. ഇത് മനുഷ്യരോട് മൊത്തത്തിലാണ്, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകളോട്. സൂറത്തുൻ നഹ്ലിലെ 45-ാമത്തെ വചനം, അഫഅമിനല്ലദീന മക്കറുസ്സയ്യിആതി അൻ യഖ്സിഫ ബിഹിമുൽ അർള്. അള്ളാഹുവിന്റെ നിയമം ലംഘിക്കാനും വിശ്വാസികളെ നശിപ്പിക്കാനും ഒക്കെ വേണ്ടി കുതന്ത്രങ്ങൾ, തിന്മയുടെ ചീത്ത തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ നിർഭയരാവുകയാണോ? എന്തിനെ തൊട്ട്? അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള,
അവരെയുമായി ഭൂമിയെ നാം താഴ്ത്തിക്കളയുന്നതില്ലെന്ന്. ഇവിടെ എന്താണ്ടായത്? ഉരുൾപൊട്ടിയപ്പോ രണ്ട് സൈഡിലുള്ള മണ്ണ് താഴ്ഭാഗത്തേക്ക് ഊർന്നിറങ്ങി. അപ്പൊ താഴെയുള്ള വീടും കാര്യങ്ങളൊക്കെ മേലെ നിന്ന് ഒലിച്ചു വന്ന മണ്ണിലും കല്ലിലും മരത്തിലുമായി അടിയിൽ പോയി. ഇതെന്നെ ഖുർആൻ പറഞ്ഞത്. നിങ്ങളെയുമായി ഭൂമിയെ അള്ളാഹു താഴ്ത്തുന്നു. അതിൽ പൊന്തിന്ന മയ്യത്ത് മാത്രമാണ് കിട്ടിയത്. ഇനിയും 200-ലധികം ആളെ കിട്ടാനുണ്ട്. ഈ ആളുകളുടെ മയ്യത്ത് എവിടെയാണ്? ഗയ്യബല്ലാഹ്, മണ്ണിൽ, ഉരുൾപൊട്ടിയ മണ്ണിൽ അള്ളാഹു മുക്കിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ നിർഭയരാകേണ്ടതില്ല. അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ചും നിങ്ങൾ നിർഭയരാകുന്നുവോ? എങ്ങനെ? മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അറിയാത്തവരായി അന്ന് രാത്രി കിടന്നുറങ്ങിയ ആളുകൾ ചിലരൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്ന ധാരണയോടുകൂടി ഉറങ്ങാതിരുന്നു. അവർ ശബ്ദം കേട്ടപ്പോൾ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയോടി. വേറെ പലരും അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന നിർഭയത്വത്തോടുകൂടി സംഭവിക്കാൻ സാധ്യതയുള്ള താഴെ വക്കിൽ നിന്ന് മേലെ മലമുകളിലേക്ക് ഒരിക്കലും വെള്ളം കയറാൻ സാധ്യതയില്ലാത്ത മലയിലേക്ക് കയറിപ്പോയി. അവിടെ കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിലും കാപ്പിത്തോട്ടങ്ങളിലും ഒക്കെ താമസിച്ചു, റോഡിൽ താമസിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ നിയമം വേറെയായിരുന്നു. ഒരിക്കലും വെള്ളം ഇങ്ങോട്ട് കയറുകയില്ല എന്ന് വിചാരിച്ച മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തെയും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി. അതാ അള്ളാഹു പറയുന്നത്, മിൻ ഹൈസു ലാ യശ്ഉറൂൻ, നിങ്ങൾ ഒരിക്കലും നിനക്കാത്ത വിചാരിക്കാത്ത നിലക്ക് നിങ്ങളെയുമായി അള്ളാഹുവിന്റെ ശിക്ഷ വരുമെന്നോ, നിങ്ങളെയുമായി വെള്ളം മണ്ണും നിങ്ങളെയും കൊണ്ട് മുക്കിക്കളയുമെന്നോ നിങ്ങൾ നിർഭയരാകുന്നുണ്ടോ? സൂറത്തുൽ നഹ്ൽ 45-ാമത്തെ വചനം. ഇവിടെയും ഉപയോഗിച്ച വാക്കെന്താ? നേരത്തെ പറഞ്ഞ ഹസ്ഫ് എന്ന വാക്കാണ്. സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതുന്ന തബാറക, അമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബികുമുൽ അർള് ഫഇദാ ഹിയ തമൂർ. അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ നിർഭയരാണോ? മൻ ഫിസ് സമാ, ആകാശത്തുള്ളവനെ കുറിച്ച്. ആരാ ആകാശത്തുള്ളവൻ? അള്ളാഹു. ആകാശത്തുള്ളവനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാവുകയാണോ? എന്തിനെ തൊട്ട്? അൻ യഖ്സിഫ ബികുമുൽ അർള, ഭൂമിയെയും ഭൂമിയിൽ നിങ്ങളെയുമായി ഹസ്ഫ്, മുക്കിക്കളയുന്നതിൽ നിന്ന്, മറച്ചു കളയുന്നതിൽ നിന്ന്. അതോ അവിടെ ഉപയോഗിച്ച വാക്കതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ ദൃശ്യം കണ്ടാൽ, ഫോട്ടോ കണ്ടാൽ, വീഡിയോ കണ്ടാൽ, സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാം മണ്ണും മണലും ചളിയും പാറയും വീടിന്റെ അവശിഷ്ടങ്ങളും മരക്കൂട്ടങ്ങളുമായി നൂറുകണക്കിന് മനുഷ്യന്മാരെയും അവിടെ താമസ സ്ഥലങ്ങളെയും പൊതിഞ്ഞു മുക്കിക്കളഞ്ഞു. ഗയ്യബ, ഗൈബിലാക്കി, കാണാൻ പറ്റാത്ത അവസ്ഥയിൽ മറച്ചു കളഞ്ഞു. ഫൈദാ ഹിയ തമൂർ, അപ്പോഴതാ ആ നാട് തമൂറു. നേരത്തെ പറഞ്ഞ രണ്ട് വാക്കാണ്, ഒന്ന് ഹസ്ഫ്, രണ്ടാമത്തത് മൗറ്. ഇത് രണ്ടും കൂടി നമ്മളൊക്കെ ഓതുന്ന സൂറത്താ, സൂറത്തുൽ മുൽക്ക്. അതിലെ 16-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാന വിശദീകരണം എടുത്ത് പരിശോധിച്ച് നോക്കൂ, ആ അർത്ഥങ്കിലൊന്ന് നോക്കൂ. ഫൈദാ ഹിയ തമൂർ, അപ്പോഴതാ ഈ ഹസ്ഫുണ്ടായപ്പോഴതാ ആ പ്രദേശം എന്ത് ചെയ്യുന്നു? തമൂറു. തമൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സഞ്ചാരമാണ്. അതാ ആ നാടൊഴുകുകയാണ്. അതുപോലെ തന്നെ ഇൽത്തിറാബ്, വീടും വീട്ടുകാരെയുമായി വീട് കുലുങ്ങുന്നു. രക്ഷപ്പെട്ട പലരും പറയുന്നു അവിടെ ഇൽത്തിറാബുണ്ടായി. അതുപോലെ തന്നെ മൗജ്, കടലിൽ തിരയടിക്കുന്നത് പോലെ പാറപ്പുറത്തെ മണ്ണും മൺകൂനകളും വീടും പറമ്പും മരങ്ങളുമെല്ലാം അലയടിച്ചു. അപ്പൊ ഒന്നായിട്ട് അങ്ങോട്ട് ഊരിയിറങ്ങി, എന്നിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ഖുർആൻ ഉപയോഗിച്ച ഈ വാക്കിന്റെ എല്ലാ അർത്ഥങ്ങളും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ലെന്ന് നിങ്ങൾ നിർഭയരാകുന്നുവോ? രണ്ടാമത് പറയണത്, ആകാശത്ത് നിന്ന് ചരൽ മഴ നിങ്ങൾക്ക് മേൽ വർഷിക്കും എന്നതിനെക്കുറിച്ചും നിങ്ങൾ പേടിക്കാതിരിക്കുകയാണോ? ഫസതഅലമൂന കൈഫ നദീർ. അങ്ങനെ നിങ്ങൾക്കൊരു പേടിയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ താക്കീത് എങ്ങനെയാണ് എന്ന്. ഏതാ ഈ താക്കീത്? എത്ര കണ്ടാലും കൊണ്ടാലും കേട്ടാലും പഠിക്കാത്ത മനുഷ്യൻ നേരിട്ട് പരീക്ഷണങ്ങൾ വന്നിറങ്ങുമ്പോൾ, അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുമ്പോൾ, ഫസതഅലമൂന കൈഫ നദീർ, ഈ താക്കീതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് അനുഭവിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഇതൊരു നദീറാണ്. ഇത്തരം ദുരന്തങ്ങൾ, വിപത്തുകൾ, ഉരുൾപൊട്ടലുകൾ, ഭൂമികുലുക്കങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, തീപിടുത്തങ്ങൾ ഒക്കെ പല ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാം. ഇതൊക്കെ വരുമ്പോ ഇത് അള്ളാഹുവിന്റെ താക്കീതാണ്, നദീറാണെന്ന് മനസ്സിലാക്കണം. സൂറത്തു ഖസസിലെ 81-82 വചനങ്ങളിൽ ഖാറൂനിനെ കുറിച്ച് പറയുന്നു. ഖാറൂൻ ആരായിരുന്നുവെന്നും എങ്ങനെ നശിപ്പിച്ചുവെന്നും നമുക്കറിയാം. ഞാൻ അവിടെ പറഞ്ഞ ഒറ്റ വാക്ക് മാത്രം സൂചിപ്പിക്കും, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. ഖാറൂൻ താമസിച്ച ഭൂമിയും അവന്റെ ആ വീടും അവനെയുമായി നാം മണ്ണിൽ പൂഴ്ത്തിക്കളഞ്ഞു. പൊട്ടിയിറങ്ങി, ഭൂമിയെ ഇളക്കി വീടും ആളെയും മണ്ണിൽ മൂടി. ഇത് ഉരുൾപൊട്ടലിന്റെ ഭൂമി ഊർന്നിറങ്ങുന്നതിന്റെ ഒരു രംഗമാണ്. ഖാറൂൻ കടുത്ത ധിക്കാരിയായിരുന്നു, കാഫറായിരുന്നു. അപ്പൊ രക്ഷപ്പെട്ട ആളുകൾ തലേന്ന് രാത്രി നമുക്ക് ഖാറൂനെ പോലെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കും പൈസക്കാരനാകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ ആളുകൾ നേരം വരുത്ത് ഖാറൂനിന്റെ വീടും പരിസരവും കണ്ടപ്പോൾ അവർ പറഞ്ഞു, ലൗലാ അൻ മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ,
അള്ളാഹു നമ്മുടെ മേൽ അനുഗ്രഹം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളെയുമായി ഈ മുക്കൽ നമ്മളെയുമായി നടക്കുമായിരുന്നു, നമ്മളും അക്കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നു. ഇത് വിശ്വാസികളുടെ വാക്കാണ്. അപ്പോ അവിടെ വിശ്വാസികൾ അള്ളാഹു രക്ഷപ്പെടുത്തി. സൂറത്തുൽ അൻകബൂത്തിലെ 40-ാമത്തെ വചനത്തിൽ അള്ളാഹു ശിക്ഷിച്ച പല ആളുകളെയും കുറിച്ച് പറയുന്നു, പല തരത്തിലുള്ള ശിക്ഷ. അതിൽ ഒന്നല്ല പറയാൻ, വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, മുക്കിക്കൊന്നവരുണ്ട്, വലിയ ഘോരമായ ശബ്ദങ്ങൾ കൊണ്ട് നശിപ്പിച്ചവരുണ്ട്, അതുപോലെ തന്നെ ചരൽ വർഷം ഇറക്കി നശിപ്പിച്ചവരുണ്ട്. മറ്റൊരു കൂട്ടർ നാം അവരെ ഭൂമിയിൽ മുക്കിക്കളഞ്ഞവരാണ്. ഭൂമിയെ ഇളക്കി മറിച്ച് വീടും താമസസ്ഥലമൊക്കെ നശിപ്പിച്ച് അവരെ നാം മുക്കിക്കളഞ്ഞു. ഇതുപോലെ ലൂത്ത് നബിന്റെ ജനങ്ങൾ ചാവുകടൽ, അവിടെ ഭൂമിയെ ഇളക്കി മറിച്ച് തലകീഴായി മറിച്ച് അള്ളാഹു ഭൂമിക്കളിയിൽ അവരെ താഴ്ത്തിക്കളഞ്ഞു. സൂറത്തുൽ അൻകബൂത്ത് 40-ാമത്തെ വചനമാണ് ഇത്. സൂറത്തു സബയിലെ 9-ാമത്തെ വചനത്തിൽ ഇന്നശ, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നഖ്സിഫ് ബിഹിമുൽ അർള, അവരെ നാം ഭൂമിയിൽ താഴ്ത്തിക്കളയുമായിരുന്നു, മുക്കിക്കളയുമായിരുന്നു, മറച്ചുകളയുമായിരുന്നു. വേറെയും ചില ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയാണ് എന്തിനാണ്, ഇന്ന ഫീ ദാലിക ലആയ, ഉരുൾപൊട്ടലാകട്ടെ, ഭൂമി വെള്ളപ്പൊക്കമാകട്ടെ, ഭൂമികുലുക്കമാകട്ടെ, അഗ്നിപർവ്വത സ്ഫോടനമാകട്ടെ, എന്തായാലും ശരി, ഇന്ന ഫീ ദാലിക ലആയ, ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ഒരു ദൃഷ്ടാന്തമുണ്ട്. ആർക്കാ? ലികുല്ലി അബ്ദിൻ മുനീബ്, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന, മടങ്ങിപ്പോകുന്ന, ഖേദിച്ച് മടങ്ങുന്ന എല്ലാ മടക്കക്കാരനും ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കി ശിർക്കിൽ നിന്ന് അള്ളാഹുവിലേക്ക് പോവുക, കുഫ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുക, നിഫാഖിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുക, പാപങ്ങളിൽ നിന്ന് പാപരഹിതമായ തഖ്വയുടെ ജീവിതത്തിലേക്ക് മടങ്ങുക. ഇതൊക്കെ മുനീബാണ്, ഇതൊക്കെ മടക്കമാണ്. ഇങ്ങനെ ഇതൊക്കെ ദൃഷ്ടാന്തമായി കണ്ട് എല്ലാ തരം തിന്മകളിൽ നിന്നും ശിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും പറഞ്ഞതിൽ നിന്നൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ നമുക്കുണ്ടാകേണ്ട ദൃഷ്ടാന്തം ഒരു പുലരിയിൽ, ഒരു രാത്രിയിൽ നമ്മുടെ നാട്ടിലോ പരിസരത്തോ മലഞ്ചെരുവിലോ ഇവിടെയൊന്നും ഒരു കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടാകാറില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല, ഉരുൾപൊട്ടുകയില്ല, ഭൂമികുലുക്കം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ നിർഭയരാകേണ്ടതില്ല. ഉണ്ടായതിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളുക. എവിടെയും സംഭവിക്കാം. ഖുർആൻ പറഞ്ഞതുപോലെ മിൻ ഹൈസു ലാ യശ്ഉറൂൻ, നനക്കാത്ത നിലക്ക്, ഓർമ്മിക്കാത്ത നിലക്ക്. ചില സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർ വഹും നായിമൂൻ, ഉറക്കത്തിലാണ്. ലോകത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വലിയ വലിയ ദുരന്തങ്ങൾ പരിശോധിച്ചു നോക്കൂ, അധികവും രാത്രിയിലാണ്. ഖുർആൻ പറഞ്ഞതാണ്. പിന്നെ നേരം വെളുത്ത് അവർ യൽഅബൂൻ, എഴുന്നേറ്റ് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ഉഷാറായി, വഹും യൽഅബൂൻ, കളിയിലും വിനോദത്തിലും. അവർ കളി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രൗണ്ടിൽ പോയുള്ള കളി മാത്രമെന്ന് വിചാരിക്കണ്ട. ഭൗതികമായ കളി, അള്ളാഹനെ വിട്ടുള്ള കളി, മതത്തെ തടയുന്ന കളി, അതൊക്കെ അതിൽപ്പെട്ടു. ഹലാലായ കളിയാണെങ്കിലും മതത്തിന്റെ തഖ്വയെ, ഇബാദത്തിനെ അത് തടയുന്നുവെങ്കിൽ അത് ഹറാമായ കളിയാണ്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കെ അതാ നാശം അവർക്ക് വന്നെത്തുന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു വഹും ഖായിലൂൻ, ഉച്ചമയക്കത്തിലായിരിക്കും. വിശ്രമത്തിന്റെ സമയമാണ് ഉച്ചമയക്കം, ഖൈലൂല. ഇങ്ങനെ മനുഷ്യൻ വിശ്രമിക്കുകയോ വിനോദിക്കുകയോ ചെയ്യുമ്പോൾ അവരറിയാതെ ശിക്ഷ വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരാകരുത്. അള്ളാഹുവിന്റെ ഒരു പടി സ്ഥലങ്ങളിലുള്ള താക്കീതുകളാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ ഇത്തരം ഈ കാര്യങ്ങൾ, ഞാനിത് പറഞ്ഞത് ഇന്ന് ഉപയോഗിക്കുന്ന അതേ പദങ്ങളും അതേ ഭൂമി ഉരുൾപൊട്ടൽ കൊണ്ടുണ്ടാകുന്ന അതേ കാര്യങ്ങളും ഖുർആൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ഹസ്ബ് എന്നത് 7 സ്ഥലത്ത്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇൻഹിയാർ, അതുപോലെ തന്നെ മൗർ, ഇതൊക്കെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ മനസ്സിലാക്കുക, എല്ലാവിധ തിന്മകളിൽ നിന്നും അവനിലേക്ക് മടങ്ങാനുള്ള ഒരു സന്ദർഭമായി ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത്തരം ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. എന്തിനാണ് ഇത്തരം ദുരന്തങ്ങൾ, വിപത്തുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ചാൽ കാണാം, പലരും എഴുതി വിടുന്നത് എത്ര ക്രൂരനായ അള്ളാഹ്. കാരണം എന്തിനാണ് ഈ സാധുക്കൾ എങ്ങനെ ഉറക്കിൽ നശിപ്പിച്ചത്? മനുഷ്യന്മാരെ പോട്ടെ, കന്നുകാലികൾ എത്ര പോത്തും മാനുകളും അതുപോലുള്ള ജീവികളും കോഴികളും പട്ടികളും ഒക്കെ ചത്ത് മലന്ന് കിടക്ക് നമ്മൾ കാണുന്നു. ഇത്ര ക്രൂരനാണോ അള്ളാഹ്? നിങ്ങൾ പറയുന്ന അള്ളാഹ് കാരുണ്യമില്ലാത്തവനാണോ അള്ളാഹ് എന്ന് ചോദിക്കുന്നവർ, അതിന് മറുപടി കൊടുക്കുന്ന ചില വിവരദോഷികൾ അള്ളാഹു കാരുണ്യവാനാണ്, എന്നാൽ ഇത് അള്ളാഹു ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ച് അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്ന വേറൊരു കൂട്ടർ. പരീക്ഷണം, ഒന്നുകിൽ പരീക്ഷണമായി ഭൂമിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാം, മറ്റൊന്ന് ശിക്ഷയായി. ഖുർആൻ ഒരു സ്ഥലത്ത് ഫിത്നതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിത്ന, പരീക്ഷണം എന്ന് പറയുന്നത് വിശ്വാസിക്കും പരീക്ഷണം ഉണ്ടാവും, അവിശ്വാസികൾക്കും പരീക്ഷണം ഉണ്ടാവും, ശിർക്ക് ചെയ്യുന്നവനും കുഫ്ർ ചെയ്യുന്നവനും പരീക്ഷണം ഉണ്ടാവും. ഏറ്റവും കടുത്ത പരീക്ഷണം അനുഭവിക്കേണ്ടി വരിക ദുനിയാവിൽ ആരാ? പ്രവാചകന്മാരാണ്.
പരീക്ഷണത്താൽ ഏറ്റവും കടുത്ത പരീക്ഷണം അനുഭവിച്ചവർ അൽ അംബിയ, പ്രവാചകന്മാർ. ഇത് നബി പറഞ്ഞ വാക്കാ. പ്രവാചകന്മാർക്ക് അള്ളാഹിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ, അല്ലെ അള്ളാഹിന്റെ പ്രവാചകന്മാരോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങളിൽ വിശ്വാസിയോ അവിശ്വാസിയോ എന്ന വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അവിശ്വാസിക്ക് പാഠം പഠിക്കാൻ, വിശ്വാസിക്ക് രക്ഷപ്പെട്ടതിന് നന്ദി കാണിക്കാൻ, അള്ളാഹുലേക്ക് വീണ്ടും മടങ്ങാൻ, നേരത്തെ പറഞ്ഞതുപോലെ. കാരണം ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? ചില ഭയപ്പാട്, അതുപോലെ തന്നെ മിനൽ ഖൗഫി വൽ ജൂഅ്, വിശപ്പ്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ ശരീരങ്ങളെ, വ്യക്തികളെ, ആളുകളെ, നിങ്ങളുടെ സമ്പാദ്യങ്ങളെ, നിങ്ങളുടെ പഴവർഗ്ഗങ്ങളെ, ഇതിനൊക്കെ ചുരുക്കിക്കൊണ്ട്. അപ്പൊ അവിടെ ഒരു വെട്ടിപ്പന്തുണ്ടായത്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോയി, ആള് പോയി, സമ്പാദ്യങ്ങൾ പോയി, സമറാത്ത് പോയി. എന്താ സമറാത്ത്? ഫലങ്ങൾ. കാപ്പി, കുരുമുളക്, റബ്ബർ, ഇതൊക്കെ ഫലമാണ്. അതിൽ പഴമുണ്ടാവും, പഴങ്ങളുണ്ടാവും, ഫലങ്ങളുണ്ടാവും, രണ്ടാണല്ലോ. അപ്പൊ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കാം. എന്നിട്ട് അള്ളാഹ് പറയാണോ, ബശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവരെ സന്തോഷിക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക, അവരെ നീ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ ഇതാരാ? ക്ഷമിക്കുന്നവർ, വിശ്വാസികൾ. അപ്പൊ ആ കൂട്ടത്തിൽ ആർക്കും ഉണ്ടാവും? വിശ്വാസികളുണ്ടാവും. അപ്പൊ ഇത്തരം പരീക്ഷണങ്ങൾ വിശ്വാസിക്ക് ഉണ്ടാകാം. മറ്റു ചിലത് ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ്. മുൻകാല പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ അവിശ്വാസികളായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചതുപോലെ എണ്ണിപ്പറഞ്ഞ് വിശദീകരിക്കേണ്ടതില്ല, ശിക്ഷയായി സംഭവിക്കാം. ചിലപ്പോൾ അത്തരം പ്രദേശത്ത് ഉള്ള വിശ്വാസികളായ ആളുകൾ നശിപ്പിക്കപ്പെടാം. ഇത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നശിപ്പിച്ചപ്പോൾ വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നബിന്റെ കാലഘട്ടത്തിലാണെങ്കിലും വിശ്വാസികളെ രക്ഷപ്പെടുത്തി അവിശ്വാസികളെ മാത്രമാണ് നശിപ്പിച്ചത്. എന്നാൽ മുഹമ്മദ് നബി ഉമ്മത്തിനെ അങ്ങനെ ഒന്നായിട്ട് നശിപ്പിക്കുകയില്ല. പക്ഷെ ചില പ്രദേശങ്ങളിൽ ഇത്തരം ശിക്ഷകൾ ഉണ്ടാകാം. ആ ശിക്ഷയുണ്ടാകുമ്പോൾ ആ കൂട്ടത്തിൽ നല്ലവരായ ആളുകളുണ്ടാവും. അതും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തേതാണ് ശിക്ഷയായി. മൂന്നാമത്തേത് മനുഷ്യന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോ മിക്ക ഖുത്ബകളിലും ഒരുപക്ഷെ പറയാവുന്ന ഒരായത്ത് എന്താണ്? സൂറത്തുർ റൂമിലെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് ഭൂമിയിലും കടലിലും ഫസാദ് പ്രകടമായിരിക്കുന്നു എന്നിട്ട് പറയും. മണ്ണ് മാന്തിയതുകൊണ്ട്, മണൽ വാരിയതുകൊണ്ട്, പാറ പൊട്ടിച്ചതുകൊണ്ട്, അതുപോലെ തന്നെ ലോലപ്രദേശത്ത് വീടുണ്ടാക്കിയതുകൊണ്ട്, ഇതൊക്കെ മനുഷ്യൻ കാട്ടിക്കൂട്ടിയ ഭൂമിയിലെ ദുരന്തങ്ങളാണ്, അതുകൊണ്ട് മണ്ണിടിഞ്ഞു എന്ന് പറയും. അതൊരു കാരണമാണ്. പക്ഷെ ഈ സൂറത്തുർ റൂം ഇപ്പറയുന്ന ആയത്തിന്റെ മേലെയും താഴെയും നിങ്ങൾ ഖുർആനും പരിഭാഷ എടുത്ത് വെച്ചു നോക്കുക. സൂറത്തുർ റൂം 30 അതിന്റെ അപ്പുറം ഊതി വെക്കുക. അവിടെ എന്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്? മനുഷ്യൻ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും പറയുന്നത് ശിർക്കിനെ കുറിച്ചാണ്. ശിർക്കിന്റെ ഫലമായി ഭൂമിയിലും കരയിലും ഫസാദ് വെളിപ്പെട്ടിരിക്കുന്നു അള്ളാഹ് പറഞ്ഞതാണ്. അപ്പോ ശിർക്കും കുഫറും കാരണം ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. ഇനി അതല്ലാതെയോ, നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി വീടുണ്ടാക്കാൻ പറ്റാത്ത സ്ഥലത്ത് വീടുണ്ടാക്കിയാൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന്റെ തിക്തഫലം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, മുസീബത്ത് അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടി ഉണ്ടാകുന്നതാണ്. ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അവന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന കൊല്ലം, ഇന്ന മാസം, ഇന്ന ദിവസം, ഇന്ന സമയത്ത് 1:15 2 ചൂരൽ മലയില്, അതുപോലെ തന്നെ മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തും ഉരുൾപൊട്ടും എന്നത് അള്ളാഹു നേരത്തെ കണക്കാക്കിയതാണ്. എപ്പോഴും മിൻ ഖബ്ലി അൻ നബ്റഅഹ, ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെ മുസീബത്ത് ലോകത്ത് വരാനുണ്ട് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് എല്ലാം ഉണ്ടാകുന്നത്. അതിൽ ചിലത് മനുഷ്യനാണ് ഉത്തരവാദി. ചില ആളുകൾ ദുരന്തമുണ്ടായപ്പോൾ പറഞ്ഞു, അന്നാഹാദ, എങ്ങനെ ഈ വിപത്ത് സംഭവിച്ചു? ഖുർആന്റെ മറുപടി, ഖുൽ, പറഞ്ഞെടുക്ക് നബിയെ, ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, ഈ വിപത്തിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാകുന്നു. നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ മുസീബത്ത് ഉണ്ടായത്. കാരണം എന്താ? നിങ്ങൾ ചെയ്ത പണി. ആ പണി രണ്ടെണ്ണാകാം. ഒന്ന് ശിർക്ക്, കുഫ്ർ, പാപങ്ങൾ, അത് മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി മൂലം നാശമുണ്ടാകാം. പ്രകൃതിയിൽ അള്ളാഹു പാലിക്കാൻ പറഞ്ഞ നിയമങ്ങൾക്കപ്പുറത്ത് ഒരു കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല ഭൂമിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞു, ലിൽ അനാം, സൃഷ്ടികൾക്കാണ്. ഇന്നുള്ളത് മാത്രം നമ്മക്കങ്ങ് ഊറ്റിയെടുത്ത് അത് ദുരുപയോഗം ചെയ്ത് ഭൂമിയെ നശിപ്പിക്കാം എന്ന് വിചാരിക്കേണ്ട. നമുക്ക് മാത്രമല്ല ഭൂമി, നമുക്ക് മുമ്പേ ജീവിച്ചവർക്കും ഇനി ലോകാവസാനം വരെ ജീവിക്കാനുള്ള ആളുകൾക്കും വേണ്ടി ലിൽ അനാം, പടപ്പുകളും മനുഷ്യരും മൃഗങ്ങളും ജന്തുക്കളും എല്ലാം അനാം, സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ശേഷം വരുന്ന ആളുകൾക്ക് നിലനിൽക്കുന്ന രീതിയിൽ ഭൂമിയെ നമ്മൾ കൈകാര്യം ചെയ്യണം, പ്രകൃതിയെ കൈകാര്യം ചെയ്യണം, ലോലമേഖലയെ കൈകാര്യം ചെയ്യണം. അതിനപ്പുറത്തേക്ക് പോയാൽ വിപത്തുണ്ടാകും. അപ്പൊ അത് മനുഷ്യൻ ചെയ്ത പ്രവർത്തനം കൊണ്ടാണ്. അത് ശിർക്കും കുഫറും പഴസിയത്തുമാകാം, ഭൂമിയിൽ നടത്തുന്ന ഇത്തരം ക്രിയകളുമാകാം.
അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളാൽ വിപത്തുകൾ ഉണ്ടാവും. ഏതായിരുന്നാലും ശരി, അതിന്റെ ലക്ഷ്യം എന്താണ്? അത് നേരത്തെ നമ്മൾ പറഞ്ഞു സബയിലായത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അടിമക്കതിൽ പാഠമുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയാൻ വഇലൈനാ തുർജഊൻ, നല്ലത് കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. നല്ലത് തന്നിട്ടും പരീക്ഷിക്കും, മോശപ്പെട്ട നിങ്ങൾക്ക് തിന്മയായി തോന്നുന്ന കാര്യങ്ങൾ തന്നിട്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. അക്കൂട്ടത്തിൽപ്പെട്ടാണ് ഇപ്പൊ ഇത് മനുഷ്യന് ശർറാണ് എന്ന് തോന്നുന്ന ഉരുൾപൊട്ടൽ. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? വഇലൈനാ തുർജഊൻ, നിങ്ങൾ നമ്മളെടുത്തൊക്കെ വരാനുള്ളത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരും ഉരുൾപൊട്ടലിൽ മരിച്ചവരും ഇനി മരിക്കാനിരിക്കുന്നവരും അവരെ രക്ഷിക്കുന്ന രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട ആളുകളും എല്ലാവരും ഓർക്കുക, നിങ്ങൾ നമ്മുടെ അടുക്കലേക്കാണ് മടക്കപ്പെടുക. അതുകൊണ്ട് ഇതൊക്കെ കണ്ടുപഠിച്ച് പാഠം ഉൾക്കൊണ്ട് ജീവിച്ചോ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു സൂറത്തുൽ അൻആം, ലഅല്ലഹും യതളറഊൻ, എന്തിനാണ് അള്ളാഹു ചില ദുരന്തങ്ങൾ കൊണ്ട് പ്രയാസമേറിയ കാര്യങ്ങൾ കൊണ്ട് ചിലരെ നാം പിടികൂടിയത്? ലഅല്ലഹും യതളറഊൻ, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കി അഹങ്കാരം വെടിഞ്ഞ് വിനയാന്വിതരായി ജീവിക്കാൻ വേണ്ടിയാണ്. അവരെങ്ങാനും വിനയാന്വിതരായിരുന്നുവെങ്കിൽ, അള്ളാഹു പറയാണ് ആയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ ഖസത്ത് ഖുലൂബുഹും, മനുഷ്യൻ വിനയാന്വിതരല്ല. അവൻ കുറച്ചൊക്കെ ഒരു അപകടം പറ്റിയാൽ കുറച്ചു കാലം അവന് ഓർമ്മ ഉണ്ടാവും. മരണം സംഭവിച്ചാൽ 2-3 ദിവസം ദുഃഖം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പഴയതിലേക്ക് തിരിച്ചുപോയി. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ആട്ടിൻകൂട്ടത്തെ പോലെയാണ്. ആട്ടിൻകൂട്ടത്തിലേക്ക് ഒരു ചെന്നായ വന്നു. ചെന്നായ വരുമ്പോ ആട്ടിൻകൂട്ടം ചെതറി ഓടും. കാരണം എന്താ? അപ്പൊരു പേടി ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞാൽ ആട് പിന്നെയും ഒരുമിച്ച് കൂടും. ചെന്നായന്റെ പേടി മറന്നു. ഇതുപോലെയാണ് മരണമുണ്ടാകുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുന്നു. മരണവും സംഭവവും അങ്ങ് മാറുമ്പോൾ വീണ്ടും മനുഷ്യൻ മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയാകാതെ മനുഷ്യൻ ജീവിക്കേണ്ടിയിരുന്നു. പക്ഷേ മനുഷ്യന്റെ ഹൃദയങ്ങൾ കടുത്തുപോയി. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്നാണല്ലോ പറയാറുള്ളത്. ഇവിടെ കൊണ്ടാലും അറിയില്ല, അവന്റെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു. ശൈത്താൻ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവന് അലങ്കരിച്ച് നന്നാക്കി കൊടുത്തിരിക്കുന്നു. നാം അവനെ ഓർമ്മപ്പെടുത്തിയത് മുഴുവൻ മനുഷ്യൻ മറന്നുപോവുകയും ചെയ്തു. ഇത് പലരെക്കുറിച്ചും അല്ലാഹു സൂറത്തുൽ അൻആം 43-44 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ആപത്ത് വരുമ്പോൾ ഫൈദാഹം മുബ്ലിസൂൻ, അപ്പോഴതാ അവർ നിരാശരാകുന്നു. നോക്കൂ, എല്ലാവരും നിരാശയുടെ വാക്കാണ് പറയുന്നത്. നശിച്ചുപോയി, എല്ലാം പോയി, സമ്പാദ്യം പോയി, ബാപ്പ പോയി, മകൻ പോയി, അച്ഛൻ പോയി, അമ്മ പോയി, മക്കൾ പോയി, ബന്ധുക്കൾ പോയി, എന്റെ കുടുംബത്തിൽ 40 ആളുകൾ പോയി, ഞാൻ മാത്രം ബാക്കിയായി. ആശ്രയിക്കാൻ പറ്റുന്ന എന്റെ കുടുംബത്തിൽ അധ്വാനിക്കാൻ ശേഷിയുള്ള ആണുങ്ങൾ മുഴുവൻ പോയി, ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ബാക്കിയായി. ഇങ്ങനെ എന്തൊക്കെ ആളുകൾ നിരാശപ്പെടുന്നു. അപ്പൊ അങ്ങനെ നിരാശപ്പെടേണ്ടതില്ല, നിരാശയുണ്ടാവുകയില്ല. എന്തുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ തഖ്വയും അള്ളാഹുവിന്റെ റിദ്വാനുമാകുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നമ്മുടെ വീടും പള്ളിയും നമ്മെ തന്നെയും നാം പടുത്തുയർത്തിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നിരാശപ്പെടേണ്ടി വരികയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, പാഠം ഉൾക്കൊള്ളുക. എപ്പോൾ വരും, പോകും, എന്ത് സംഭവിക്കും എന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവെ, ഇത്തരം ദുരന്തങ്ങളിൽ, വിപത്തുകളിൽ, ഫിത്നകളിൽ, പരീക്ഷണങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവെ അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ. വീട് നഷ്ടപ്പെട്ട് കിടപ്പാടം പോയ ഉടുതുണി മാത്രമുള്ള 5000-ഓളം വരുന്ന 10,000-ഓളം വരുന്ന മനുഷ്യർക്ക് അള്ളാഹുവെ അവർക്കൊക്കെ ഭൗതികമായ വിഭവങ്ങൾ നൽകുകയും ഇതിൽ പാഠം ഉൾക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവെ നിന്നിലേക്ക് മടങ്ങാനുള്ള, അള്ളാഹുവെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നീ മതി, നിനക്ക് ഞങ്ങൾ മതി, ആരില്ലെങ്കിലും എന്ന് പറയാനുള്ള ഈമാൻ അവരുടെ മനസ്സിൽ നൽകിക്കൊണ്ട് ഒരു പാഠം ഉൾക്കൊള്ളാനുള്ള സാഹചര്യം ഈ അനുഭവത്തിന്റെ പാഠമായി അവരുടെ മനസ്സിൽ നീ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമേ. ഇത് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, ഇതിനൊരു ആയത്തായി ദൃഷ്ടാന്തമായി മനസ്സിലാക്കാനുള്ള വിശ്വാസപരമായ അറിവും കരുത്തും അള്ളാഹുവെ ഞങ്ങൾക്കും എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. ആകസ്മികമായ മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ